വനിതാ ദിനമായിട്ട് തന്നെ ഞങ്ങളിവിടെ ന്യൂസ് 18-ൽ ചെറിയ ആഘോഷമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകരായ പുരുഷന്മാരോട് നിങ്ങളെ സ്വാധീനിച്ച സ്ത്രീകൾ ആരൊക്കെയാണ് എന്ന് ഞാനൊന്ന് ചോദിച്ചിരുന്നു. അവരുടെ പ്രതികരണങ്ങളിലേറെയും അമ്മമാരെക്കുറിച്ചായിരുന്നു. നമുക്കതൊന്ന് കാണാം. ഹലോ, ഇന്ന് വിമൻസ് ഡേ ആണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിമൻസ് ഡേ ആശംസകൾ. അപ്പം നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഒരുപാട് പുരുഷന്മാർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ അവരുടെ ജീവിതത്തിൽ അവരെ സ്വാധീനിച്ച നിരവധി സ്ത്രീകൾ ഉണ്ടാകുമല്ലോ. അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഇന്ന് ഈ വിമൻസ് ഡേ ആകുമ്പോൾ അത് ചോദിക്കാൻ പറ്റിയ അവസരമാണ്. നമുക്കൊന്ന് അകത്തേക്ക് പോയി അവരോടൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് രഞ്ജിത്ത് രാമചന്ദ്രനോട് ചോദിക്കാം. അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. ആരാണ് ഇതുവരെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു സ്ത്രീ? നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് സ്ത്രീകൾ സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതറിയാം, അമ്മ ഉണ്ട്, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പുരുഷന്മാരെക്കുള്ള സ്ത്രീകളാണ്. 2 ചേച്ചിമാർ, അമ്മ, ഒപ്പം എൻ്റെ ഭാര്യ. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം അമ്മയെക്കുറിച്ചായിരിക്കും. കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമ്മ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്ന് മുതൽ, നമ്മുടെ ഒരു ബാല്യകാലം മുതൽ അമ്മ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു, സ്കൂളിൽ അധ്യാപികയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എങ്ങനെ കുടുംബം മാനേജ് ചെയ്യുന്നു, ഞങ്ങളുടെ 3 മക്കളുടെ ആവശ്യങ്ങൾ എങ്ങനെ അമ്മ സാധിച്ചു തരുന്നു, അച്ഛൻ്റെ മരണശേഷം അമ്മ എങ്ങനെ കുടുംബത്തെ കൊണ്ടുപോകുന്നു, ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരാളായി നിൽക്കുന്ന അമ്മയാണ്. ഒപ്പം ഈ പറയുമ്പോൾ ചേച്ചിമാരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. അവരും കുടുംബജീവിതം, അവരുടെ ഏറ്റവും പുതിയ നമ്മൾ ഒരുപാട് തലമുറകളിൽ പലതരത്തിലുള്ള ശൈഥല്യങ്ങൾ ഈ കുടുംബത്തിലൊക്കെ കാണുമ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ മാനേജ് ചെയ്തു പോകാൻ പറ്റുന്ന 2 സ്ത്രീകളാണ് എൻ്റെ ചേച്ചിമാർ 2 പേരും. പിന്നെ ഭാര്യ, നമ്മുടെ ഈ ജോലിയുടെ ഈ തിരക്കിനിടയിൽ അത് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എനിക്കൊരു പക്ഷേ വീട്ടിലെത്തുക എന്നുള്ളത് എപ്പോഴും അസാധ്യമാണ്. പക്ഷേ അത്തരം നമ്മൾ ചെയ്യേണ്ട പല പ്രവർത്തികളും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. താങ്ക് യു സോ മച്ച്. ഒരു ഹാപ്പി വിമൻസ് ഡേ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും, എല്ലാ വനിതകൾക്കും തങ്ങളുടെ കർമ്മപഥത്തിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന എല്ലാ വനിതകൾക്കും ഒരു നല്ല വിമൻസ് ഡേ ആശംസിക്കും. അപ്പോൾ നമുക്കിനി നമ്മൾ ഡെസ്കിൽ തന്നെ തുടരുകയാണ്. നമുക്ക് എൽദോയോട് ചോദിക്കാം. എൽദോ ഇപ്പോൾ പുതുശ്ശേരി, താങ്കളെ സ്വാധീനിച്ച ഒരു സ്ത്രീ, ഒന്നല്ലെങ്കിൽ ഒന്നിലധികം പേര് പറയാൻ പറ്റും. ഇതുവരെ ആരും പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ 7 വയസ്സുള്ള ഇസ എന്ന എൽദോ എൻ്റെ കുഞ്ഞുമോളാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ 2 ചേച്ചിമാർ, അമ്മ, ഭാര്യ, 2 പെൺപിള്ളേർ, അങ്ങനെ ഇത്രയും സ്ത്രീകളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആരെയും വിട്ടുകളയാൻ പറ്റില്ല. എങ്കിൽ പോലും ചെറിയ പ്രായത്തിലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് ഇളയ മോള്, കുഞ്ഞുമുത്ത് എന്ന് പറയും. ഇനി ഇത് കേട്ടിട്ട് മൂത്തയാൾ അലമ്പുണ്ടാക്കും, അതുകൊണ്ട് മൂത്തവളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ശാന്തി എന്ന ടീച്ചറുണ്ട്, പിന്നെ ബിന്ദു എന്ന് പറയുന്ന ടീച്ചറുണ്ട്, അങ്ങനെ പിന്നെ ഒരു സിസ്റ്ററുണ്ട്, സൈന സിസ്റ്റർ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളൊരു മോൾഡ് ചെയ്യുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആൾക്കാരാണ്. നമ്മുടെ അനൂപ് ജേക്കബ് MLA വൈഫായിട്ടുള്ള അനില അനൂപ് എൻ്റെ ടീച്ചറാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ബിഗ് താങ്ക്സ് ഓൾസോ. ഒരു ഹാപ്പി വിമൻസ് ഡേ ഉറപ്പായും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, എൻ്റെ ചേച്ചിമാർക്ക്, ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, വനിതകളായിട്ടുള്ള എല്ലാ മഹത്വ്യക്തികൾക്കും ഹാപ്പി വിമൻസ് ഡേ. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുലിനോട് ചോദിക്കാം. അതുലിനോട് ചോദിക്കുന്നത് വളരെ സ്പെഷ്യലാണ്. കാരണം അതിലൊരു ക്വയർ പേഴ്സണും കൂടിയാണ്. അപ്പോൾ എന്താണ് അവൻ്റെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആരാണ് ഒരു സ്വാധീനിച്ച വനിത എന്ന് പറയാനുണ്ടെങ്കിൽ? എനിക്ക് വനിതകൾ എന്നാണ് പറയുന്നത്, ഒരു വനിതയല്ല. സ്പെഷ്യലി എല്ലാവരും സ്വാധീനിച്ച വ്യക്തി ഒരു അമ്മയായിരിക്കും ആദ്യം പറയാം. ഞാൻ അമ്മയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്നെ അതേ രീതിയിൽ നോക്കിയിട്ടുള്ള എൻ്റെ അധ്യാപകരും അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സുമാണ്. അപ്പോൾ എന്നെ സ്വാധീനിച്ച വ്യക്തികളെന്ന് പറയുന്നത് എൻ്റെ അധ്യാപകരും എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സും ആണ്. എന്താണ് ഈ വിമൻസ് ഡേയിൽ പറയാനുള്ളത്? വുമൻസ് ഡേയിൽ ആക്ച്വലി എല്ലാവരും, അതായത് ആസ് എ ഹ്യൂമൻ, അങ്ങനെ സ്പെഷ്യലായിട്ടൊരു ഡേ വുമൻസിന് കൊടുക്കുന്നതിൽ സന്തോഷം. അതേപോലെ തന്നെ എല്ലാവർക്കും ഇക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പോകാമെന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത് ചോദിക്കാനുള്ളത് KP അഭിലാഷിനോടാണ്. എനിക്ക് പേഴ്സണലിയും അതറിയാൻ താല്പര്യമുണ്ട്. ആരാണ് KP അഭിലാഷിനെ സ്വാധീനിച്ച ഒരു വനിത? എൻ്റെ അമ്മയാണ് എന്നെ സ്വാധീനിച്ച വനിത. ഞാനൊരു മധ്യവർത്തി കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ ചെറുപ്പം കാലം മുതൽ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചത് എന്നതുകൊണ്ട് അമ്മ ചെയ്യുന്ന അധ്വാനത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പണ്ടത്തെ ഒരു നാട്ടിൻപുറത്തെ ഇടത്തരം കുടുംബത്തിലെ ഒരു സ്ത്രീ എങ്ങനെയാണോ ജീവിക്കുന്നത് അതായിരുന്നു അമ്മ. എൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിനെല്ലാം പിന്തുണ നൽകുന്നതിനോടൊപ്പം ഞങ്ങൾ 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരികയും അച്ഛന് കാർഷിക വൃത്തിയാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിലെപ്പോഴും ജോലിക്കാരുണ്ടാകും, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരും. അങ്ങനെ ജീവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ മനസ്സിലെ ഒരു സ്ത്രീ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. നമ്മുടെ HR-നോട് ചോദിക്കാം. HR നമ്മുടെ മലയാളി അല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്, അപ്പം നമുക്ക് അത് സ്പെഷ്യലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. HR ഹായ്. ഹായ് മാഡം. ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വുമൻസ് ഡേ. ആരാണ് താങ്കളെ സ്വാധീനിച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വനിത? അമ്മ. എന്താ കാര്യം? കാര്യം എന്താണ്, നമ്മുടെ അച്ഛൻ ഒരു ടൈലറാണ്. പക്ഷേ അവർ സാലറി ശമ്പളം ചെറിയ ചെറിയ എമൗണ്ട് കുറവായിരിക്കും. സോ ആ എമൗണ്ടിലാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടു നമുക്കെല്ലാം പഠിപ്പിച്ചു, പിന്നെ വസ്ത്രങ്ങൾ കൊടുത്തു. സോ അങ്ങനെ ഒരു ഇൻസ്പിറേഷനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. സോ അവർ ഇൻസ്പിറേഷൻ എടുത്തു നമ്മുടെ കൊച്ചുകൾക്കും ഞാൻ പഠിപ്പിക്കാനുണ്ട്. സോ അവർക്ക് കുറച്ച് മേലോട്ട് എന്താ പറയുക ഡെവലപ്മെൻറ്റ് ആവാനും നമ്മൾ കൃഷി ചെയ്യണം. നമ്മുടെ എഡിറ്റർ ബിനോയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിമൻസ് ഡേ പറയും. ഹാപ്പി വുമൻസ് ഡേ. എന്താണ് അതെ കൂട്ടുകാർ അല്ലെങ്കിൽ ആരുമില്ല, ഒരാളെ സ്വാധീനിച്ചുള്ളൂ, അത് എൻ്റെ ഭാര്യയായിട്ട് കൂടെ ഉണ്ട്. കൂട്ടുകാരിയായിരുന്നു? കൂട്ടുകാരിയല്ല, കസിനായിരുന്നു, എല്ലാം കസിനും കൂടിയായിരുന്നു. ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. അതെ. അപ്പോൾ ആരാണ് ഇതുവരെ സ്വാധീനിച്ച ഒരു സ്ത്രീയുടെ പേര് പറയാൻ പറഞ്ഞത്? എൻ്റെ അമ്മയാണ്. ഇതുവരെ എല്ലാവരും അമ്മയുടെ പേരാണ് പറയുന്നത്, അമ്മ അല്ലാതെ. അമ്മയാണ്. സേഫ് കളിക്കുന്നതാണോ? അല്ലല്ല, അമ്മയാണ്. സ്വാധീനിച്ച ആളെന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ പത്മശ്രീ മീനാക്ഷി അമ്മ. കളരി വടകര. കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഒരു പരിധിവരെ പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, അതൊക്കെ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. ചേട്ടാ, ആരാണ് ചേട്ടനെ സ്വാധീനിച്ച ഒരു സ്ത്രീ ഇതുവരെ ഈ ജീവിതത്തിൽ? എന്നെ സ്വാധീനിച്ച സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. കാരണം ഇപ്പോൾ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്ത്രീകളുടെ മുന്നേറ്റം നടക്കുന്ന കാലമാണ്. അങ്ങനെ നമ്മളിപ്പം ഇന്ദിരാഗാന്ധി മുതൽ നമ്മളിങ്ങനെ ഒത്തിരി പേര് ഭരണതലത്തിലാണെങ്കിലും അല്ല സാമൂഹ്യ രംഗത്താണെങ്കിലും ഇപ്പോൾ പുതിയ പെൺകുട്ടികൾ പോലും ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെയൊക്കെ ഓർമ്മ കാണുമായിരിക്കും, തിരുവനന്തപുരത്തൊരു പെൺകുട്ടി, അമൃതയോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി, രാത്രിയിൽ അതിനെ ആക്രമിച്ചവരെ അത് അത് നേരിട്ട് ശാരീരികമായിട്ട് കീഴ്പ്പെടുത്താൻ പോലും കായികമായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ പെൺകുട്ടികൾ വലിയ രീതിയിൽ മുമ്പോട്ട് വരുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ട്, പേരെടുത്ത് പറയാൻ പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് ഓർമ്മ വരുന്നില്ല. ഹാപ്പി വുമൻസ് ഡേ. ന്യൂസ് 18-ലെ വളരെ കുറച്ച് പേരോടെ ചോദിച്ചുള്ളൂ, അവരുടെ അഭിപ്രായം, അവരെ സ്വാധീനിച്ച സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും.